18 വർഷം മുമ്പ് ചുട്ടുപൊള്ളുന്ന ആ വിഷുക്കാലത്ത് മലയാളത്തിന്റെ അഭിമാന നായകൻ ഒരു സിനിമയുമായി വന്നു. കത്തുന്ന ചൂടിലും ജനം മാർത്തിരമ്പ് തിയേറ്ററിലേക്ക്. എന്നാൽ 18 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങ് ദുബായിയുടെ ചുട്ടുപൊള്ളുന്ന ഈ സീസണിൽ അതേ മലയാള സിനിമ റീ റിലീസിനായി എത്തിയപ്പോൾ അന്ന് സ്കൂളിൽ പോലും പോവാൻ പ്രായമാവാത്ത ആളുകൾ പോലും ഇന്ന് ആർത്തിരമ്പി. ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ അക്ഷരാർത്ഥത്തിൽ ഇങ്ങ് ദുബായിൽ പുനർജനിക്കുകയായിരുന്നു. അതിന് കാരണമായത് ഒരേ ഒരു പേര്. അബുദാബിന്നാണ് വരുന്നത്. പെട്ടെന്ന് വരികയായിരുന്നു. അതും ഫസ്റ്റ് റോയിൽ എന്താണ് കിട്ടിയത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഫുൾ എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഫാൻ ഷോയ്ക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അബുദാബിയിൽ നിന്ന് ഇതിനായിട്ട് വേണ്ടി ഡെഡിക്കേറ്റ് ആയിട്ട് വന്നത്. കൊട്ടും പാട്ടും മേളവും ഒക്കെയായി ഒരു പുതിയ സിനിമ റിലീസിന് പോലും കാണാത്ത ആഘോഷമായിരുന്നു ദുബായിൽ ഈ വീക്കെൻഡിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു പുതിയൊരു സിനിമ വന്നാൽ പോലും ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് 3 ആഴ്ച ഫാൻ ഷോ നമ്മൾ ഇതുവരെ കൊട്ടിയിട്ടില്ല. ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഛോട്ടാ മുംബൈ. ഈ ആവേശം ഒരുക്കിയ UAE മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ പോലും കരുതിയില്ല ദുബായിലെ ഇത്തരം ഒരാൾക്കൂട്ടം. ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമാണ് 4ാമത്തെ ഫാൻ ഷോ. ഇതിപ്പോൾ ഇന്ന് 4ാമത്തെ ഫാൻ ഷോ ആണ്. ഇനിയും അടുത്ത ഫാൻ ഷോ നടത്താനുള്ള അടുത്ത ഷോ നടത്താനുള്ള ഓൾറെഡി എൻക്വയറിയും ടിക്കറ്റ്സും വന്നു കഴിഞ്ഞു. പക്ഷേ ഇനി നമുക്ക് നടത്താനുള്ള നിർവാഹമില്ല. അപ്പോൾ ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഗൾഫ് സ്ട്രീറ്റിന് പ്രത്യേകം നന്ദി. പ്രവാസി മലയാളികൾ അങ്ങനെയാണ്. ഒരു കുന്നോളം ഓർമ്മകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരിടത്തെ അവർ ഒരു മലയോളം ഓർമ്മകൾ സമ്മാനമാകുന്നിടമാക്കി മാറ്റിയെടുക്കും. താങ്ക് യു ലാലേട്ട, UAE മലയാളികളുടെ വൈകുന്നേരത്തെ ഇത്രയും മാധുര്യമുള്ളതാക്കിയതിന്.